ഉച്ചയ്ക്ക് ഊണ് കഴിഞ്ഞ് അടുക്കളയിൽ നിന്ന് പോകുമ്പോൾ ഒരു മോഹട്ട വൈകിട്ട് പൊറോട്ട തിന്നാൻ വേണ്ടിയിട്ട്. അപ്പൊ ഞങ്ങൾ പൊറാട്ടയ്ക്ക് കൂട്ടിക്കാൻ പോവാനേട്ടാ. നമ്മള് വാങ്ങിക്കണെങ്കിട്ടൊക്കെ നല്ലതല്ലേ, എന്തായാലും കണക്കിനാണ്, എല്ലാം മൈദ കൊണ്ട് തന്നെയാണ്. ഒരു ഉപകാരമില്ലാത്ത ഒരു ഗുണമില്ലാത്ത മൈദ കൊണ്ട് തന്നെയാണ് ചെയ്യാൻ പോണത്. പക്ഷെ എന്നാലും പൊറാട്ട ഉണ്ടാക്കാം, വീശി അടിച്ച പൊറാട്ട ഉണ്ടാക്കാൻ എനിക്കൊരു മോഹം, തിന്നാനും മോഹം. അപ്പൊ വായ ഗൈസ്, ഇന്നത്തെ നമ്മുടെ വീഡിയോ അതാണ് കേട്ടാ. അപ്പൊ ഒരിക്കൽ കൂടി നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ദേവുട്ടിക്ക് നല്ല ജലദോഷമൊക്കെയാണ് കേട്ടോ, അതുകൊണ്ട് ദേവുട്ടിയുടെ സൗണ്ടൊക്കെ മാറിയിരിക്കുകയാണ്. അപ്പൊ ഞങ്ങളേ ആണോ സൗണ്ട് പറയണ്ടമ്മ? ചെറുതായിട്ട് എനിക്ക് സൗണ്ട് പറഞ്ഞത് നല്ല ഇഷ്ടാ. അപ്പൊ ഞങ്ങള് പൊറാട്ട തിന്നാൻ വേണ്ടിട്ട്, പൊറാട്ട ഉണ്ടാക്കാൻ വേണ്ടിട്ട് മൈദയൊക്കെ അപ്പൊ പോയി വാങ്ങിച്ചല്ലോ കേട്ടോ. അപ്പൊ ഞാൻ എന്തായാലും ഇതെല്ലാം മിക്സ് ചെയ്ത് വെച്ചിട്ട് കുറച്ച് നേരം ഇരുന്ന് പാകമാവണല്ലോ. മാവ് കുറച്ചു നേരം മുമ്പ് നമുക്ക് കൂട്ടി വെക്കണല്ലോ. അപ്പൊ അടുക്കളയിൽ നിന്ന് പോകുമ്പോഴേക്കും മാവൊക്കെ കൂട്ടി വെക്കാന്ന് വിചാരിച്ചു കേട്ടോ. അപ്പൊ ഞങ്ങൾ ഇതാ മൈദ എടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ഇതിലേക്ക് 1 സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ നമുക്ക് വേണ്ടത് കോഴിമുട്ടയാണ്. പൊറാട്ട ഉണ്ടാക്കാൻ പഠിച്ചത് ഞാൻ എൻ്റെ മാമൻ്റെ വീട്ടിൽ നിന്നാണ് കേട്ടോ. മാമൻ്റെ വീട്ടിൽ ഹോട്ടലാണ്, വീടിനോട് ചേർന്നിട്ട് തന്നെയാണ് ഹോട്ടല്. അപ്പോൾ അവിടെ വീടിന്റെ അടുക്കള എന്ന് പറയുന്നത് ഹോട്ടലിന്റെ അടുക്കള തന്നെ. അപ്പോൾ വേറെ വ്യത്യാസങ്ങളൊന്നുമില്ല. അപ്പോൾ അവിടെ കണ്ട് ശീലിച്ചിട്ടുള്ള ഒരു മിക്സിങ്ങും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. വേറെ ആരടി വീഡിയോ ഒന്ന് പോയിട്ട് തപ്പി കോപ്പി അടിച്ചോന്നല്ല. ഇത് എൻ്റെ കുഞ്ഞുനാളിലെ ഓർമ്മയില് എന്തൊക്കെ അവർ മിക്സ് ചെയ്യണമെന്ന് കണ്ടിട്ടുള്ള ഒരു ഇതിൽ വെച്ചിട്ടുണ്ട്. അപ്പം ഞാൻ ഇതിനെക്കാട്ടി മുമ്പ് ദേവുട്ടിക്ക് ഉണ്ടാക്കി കൊടുത്തിട്ടൊക്കെ ഉണ്ട് പൊറോട്ട. അപ്പൊ വീഡിയോയിൽ നമ്മൾ കാണിച്ചിട്ടില്ലായിരുന്നു മാത്രം. അപ്പൊ ആ ഒരു കുട്ടിനാളിലെ ഓർമ്മയിലെ റെസിപ്പിയാണ് കേട്ടോ ഞാൻ ഷെയർ ചെയ്യാൻ പോണത്. അപ്പൊ ഞാൻ പഞ്ചസാര ഇട്ടുണ്ട്, ഒരു കോഴിമുട്ട പൊട്ടിച്ച് ഒഴിച്ചിട്ടുണ്ട്, പിന്നെ കുറച്ച് പാല്. ഇതൊക്കെ ഒഴിച്ചു കഴിഞ്ഞാലേ പൊറോട്ടയ്ക്ക് ടേസ്റ്റ് കൂടുന്ന അന്ന് മാവ് കുഴക്കുന്ന ചേട്ടൻ പറയുന്നത് കേട്ടിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഞാനും മിക്സ് ചെയ്തു. ഇനി കുറച്ച് ഉപ്പ്, കൈ കൊണ്ട് വെള്ളം ഒഴിക്കണം കേട്ടോ. ഞാൻ ഇതൊന്ന് മിക്സ് ചെയ്യട്ടെ. പിന്നെ നമുക്ക് പാകത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ. വെള്ളം നോക്കിയിട്ട് ഒഴിക്കണം, കൂടണ്ട. അപ്പോൾ ഏകദേശം ഈ പരുവായിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് പാത്രത്തിൽ നിന്ന് എടുത്തിട്ട് ഇവിടെ കൗണ്ടർ ടോപ്പിൽ ഇടാം കേട്ടോ. ഇവിടെ ഞാൻ തുടച്ച് വൃത്തിയാക്കിയതാണ്. കുറച്ച് മൈദ വെതറി കൊടുക്കുക, അല്ലെങ്കിൽ ആകെ പിടിച്ച മതി. കൈമൊക്കെ ആകെ ഒട്ടി പിടിച്ചു കേട്ടോ. ഇത് നമ്മൾ 2 കൈ കൊണ്ടും കുഴയ്ക്കണം കേട്ടോ, 2 കൈ കൊണ്ടും. എങ്ങനെയുണ്ട് പൊറോട്ടയുടെ ബോള്? പൊറോട്ട ഉണ്ടാക്കണതൊന്നും കണ്ടിട്ടില്ല. ഞങ്ങൾക്ക് ഈ അവിടെ പണിക്കാർ ഇങ്ങനെ ചെയ്യുമ്പോഴേ, അവിടെ മാമന്റെ വീട്ടിലെ കടയിൽ പണിക്കാർ ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്കും ചെയ്യാൻ ആഗ്രഹമാണ്. അപ്പൊ ഞങ്ങളിങ്ങനെ അടുത്ത് പോയി നിൽക്കും. ആ ചാൻസ് കിട്ടുകയാണെങ്കിൽ മുമ്പൊക്കെ ഒന്ന് കുഴയ്ക്കാൻ കിട്ടുമെന്ന് വിചാരിച്ചിട്ട്. എന്നിട്ട് കുഴക്കാൻ തന്നിട്ടമ്മ? പണിക്കാരങ്ങനെ തരുമൊന്നുമില്ല. ചിലപ്പോ അവരെങ്ങാനും ഇങ്ങനെ ചെയ്യണേന്റെ ഇടയിൽ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ നമ്മളിട്ട് ഇങ്ങനെ ഉരുട്ടുണ്ടാവും. അപ്പൊ വന്ന് ചീത്ത പറയോ? ചീത്തൊന്നും പറയില്ല. പക്ഷെ പണിക്കാരില്ലാത്ത ദിവസം എന്താ പ്രശ്നം ഇതെന്നറിയോ? പണിക്കാരില്ലാത്ത ദിവസം നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ കിട്ടുള്ളൂ കേട്ടോ. അപ്പൊ അമ്മായിക്കാണ് എല്ലാ റോളും. പൊറോട്ട ഉണ്ടാക്കണതും മസാല ദോശ ഉണ്ടാക്കണതും എല്ലാ പണിയും അമ്മായിയാണ്. ഈ ഉണ്ടാക്കണവര് വന്നില്ലെങ്കിൽ അപ്പൊ അമ്മായി ആകുമ്പോ നമുക്ക് എല്ലാം തരും. ഇപ്പൊ കുട്ടികളാണ് എന്ന് പറഞ്ഞിട്ട് ഇത് തൊടാ വരുമ്പോ അങ്ങോട്ട് മാറി നിൽക്കുക അങ്ങനെയൊന്നും പറയില്ല. അമ്മന്റെ പോലെയല്ല. അത് ശരിയാ. അതന്നെ ഇവിടെ ദേവുട്ടീനെ ഞാൻ ഓടിപ്പിക്കൂട്ടോ അടുക്കളയെന്ന്. പക്ഷെ അങ്ങനെ ചെയ്യാൻ പാടില്ല. അവർക്കും പഠിക്കണമെന്നുണ്ടെങ്കിൽ നമ്മള് എന്താ പറയാ ചെയ്യാൻ കൊടുക്കണം. അന്ന് അതൊക്കെ അമ്മായി ചെയ്യാൻ തന്ന കാരണമാണ് കേട്ടോ. ഇന്ന് എനിക്ക് എന്താ പറയാ പലഹാരപ്പണികളൊക്കെ എനിക്ക് ഭയങ്കര ഈസിയാ. നമ്മള് ഇട്ട് ഉരുട്ടി നല്ല സോഫ്റ്റ് ആക്കണം. അപ്പൊ നമ്മുടെ പൊറോട്ടയ്ക്കുള്ള മാവ് റെഡി ആയിട്ടുണ്ട്. ഞാൻ തിരിച്ചും പാത്രത്തിലേക്കാണ്. കുറച്ച് നമുക്ക് ഓയിലോ നെയ്യോ എന്ത് വേണമെങ്കിലും പറ്റി കൊടുക്കാം. ഞാനിപ്പോൾ കുറച്ച് സൺഫ്ലവർ ഓയിലാണ് കേട്ടോ.
നന്നായി പറ്റി കൊടുക്കും. എല്ലാ ഭാഗത്തും ആവണം. ഇനി ഇതിൻ്റെ മേലെ നനഞ്ഞ തുണി ഇട്ട് കൊടുക്കുക. ഗുബൂസൊക്കെ ഉണ്ടാക്കണ പോലെ. ഗുബൂസ് ഉണ്ടാക്കാൻ മാതിരിയല്ല, ഗുബൂസ് വേറെ പണിയല്ല. അല്ല, അങ്ങനെ എണ്ണയൊക്കെ തേച്ച് മുന്നിൽ അത് നമ്മൾ കുറച്ച് നേരം ഒരു 2 മണിക്കൂറൊക്കെ കൂട്ടി വയ്ക്കണം. അപ്പോൾ നമ്മുടെ തുണി ഞാൻ അവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് വലുതായി പോയി, ഒന്ന് കീറട്ടെ. വേണ്ട, ഇത് നടു മടക്കിയിട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ തുണി ഇതാ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. ഇനി ഇവിടെ ഇരിക്കട്ടെ. ഇനി കുറച്ച് കഴിഞ്ഞിട്ട് അടുക്കളയ്ക്ക് കിടക്കുള്ളൂ. ഇപ്പം ഞങ്ങളുടെ ഊണൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ അടുക്കളയിൽ നിന്ന് പോകുന്ന സമയത്താണ് ഇത് കുഴച്ച് വെച്ചിട്ടുള്ളത് കേട്ടോ. ഇനി കുറച്ച് കഴിഞ്ഞ് വന്നിട്ട് ഉണ്ടാക്കിയാൽ മതിയല്ലോ. അപ്പോൾ അതുവരെയ്ക്കും മാവ് ഇരുന്ന് പാകമാവട്ടെ. പിന്നെ ഇന്ന് ഇതിനെ പൊറോട്ടയ്ക്ക് ചിക്കനും ബീഫും ഒന്നുമില്ലല്ലോ ദേവുക. മറ്റേത് ഞായറാഴ്ചയൊക്കെ ഞങ്ങളുടെ ഇടയിൽ അച്ഛൻ വന്നപ്പോൾ ഈ വ്യാഴാഴ്ച ഞങ്ങളുടെ ചിക്കൻ വാങ്ങിച്ചു. അപ്പോൾ പിന്നെ ഇന്ന് ഞാൻ വാങ്ങിക്കാൻ നിന്നില്ല. അപ്പം ഞങ്ങൾ ഇതിനൊരു സാലണ, എംറ്റി സാലണ ഇല്ലേ, നമ്മൾ പൊറോട്ടയൊക്കെ വാങ്ങിക്കുമ്പോൾ എപ്പോഴും നമുക്ക് കിട്ടുന്ന ഒരു കറിയില്ലേ ഹോട്ടലിൽ നിന്ന്, അപ്പോൾ ആ കറി ഉണ്ടാക്കാമെന്ന് വെച്ചു. അതിപ്പോൾ പൊറോട്ട വീശടിക്കുന്ന സമയത്ത് തന്നെ ഉണ്ടാക്കാവുന്നതുള്ളൂ. അപ്പോൾ ഉണ്ടാക്കി ചൂടോടെ കഴിക്കാനുള്ള പ്ലാനിങ് ആണ് കേട്ടോ ഞങ്ങളുടെ. അപ്പം ഇനി കുറച്ച് കഴിഞ്ഞിട്ട് കാണാം. അപ്പോൾ ഫ്രണ്ട്സ്, ഏകദേശം 2 മണിക്കൂർ മേലെ കഴിഞ്ഞിട്ട് നമ്മൾ മാവ് കൂട്ടി വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പരിപാടികൾ തുടങ്ങാൻ പോവാണ്. അപ്പോൾ അതിക്ക് സാലന റെഡിയാക്കാനാണ്. അപ്പോൾ സാലനയ്ക്ക് കുറച്ച് പട്ടയും എന്താ ഗ്രാമ്പൊക്കെ ഉണ്ടെങ്കിൽ നല്ലതാണ്. ഞാൻ ചട്ടിയിൽ എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് ഗ്രാമ്പും ഇല്ല കേട്ടോ. നമ്മുടെ കയ്യിൽ പട്ടുണ്ട്, ഏലക്കുണ്ട്, അത്രയും ഉള്ളൂ. ഗ്രാമ്പും ബാലീഫും ഒന്നും ഇല്ല. അപ്പോൾ ഉള്ളത് വെച്ച് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. പിന്നെ കുറച്ച് പെരിഞ്ചീരകം ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം മൂത്ത് നല്ല മണം വരട്ടെ കേട്ടോ. ഇനി നമ്മൾ സവോള അരിഞ്ഞ് കൊടുക്കാം. സവോളയും പച്ചമുളകും കറിവേപ്പില ഒക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒക്കെ ഞാൻ മുമ്പന്നെ അരിഞ്ഞ് വെച്ചു കേട്ടോ. പിന്നെ തക്കാളി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, 2 തക്കാളി അരിഞ്ഞ് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് വാടുന്നതിൻ്റെ ഉള്ളിൽ നമുക്ക് പൊറോട്ടയുടെ ബോൾ ഉണ്ടാക്കി വെക്കാം. പിന്നെ ഇതിലേക്ക് ആവശ്യം കുറച്ച് തേങ്ങ ചിരകിയിട്ട് വേണം. അപ്പോൾ തേങ്ങ ചിരകി വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു 5-6 അണ്ടിപ്പരിപ്പ് കാണിച്ചുണ്ണി 5-6 അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് പെരിഞ്ചീരകം കൂടി ഇട്ടിട്ട് നന്നായി അരച്ചെടുക്കാം കേട്ടോ. ഇത്രേ വേണ്ട നമുക്ക് സാധനയ്ക്ക്. കുറച്ച് പെരിഞ്ചീരകം അരപ്പിലേക്ക്. ഓക്കെ, അതിൻ്റെ ഉള്ളിൽ അത് നല്ല അരച്ചെടുക്കാം. എല്ലാം റെഡി ആയില്ലോ. ഇനി നമ്മുടെ മാവ് എങ്ങനെ ഉണ്ടാവും എന്നുള്ളത് കുഴക്കുമ്പോഴൊക്കെ ഇങ്ങോട്ട് അറിയുള്ളൂ നമുക്ക്. ഞാനിത് കയ്യുമ്പോൾ കുറച്ച് എണ്ണയാക്കുന്നുണ്ട്. അതേമാതിരി ഈ പാത്രത്തിൽ ബോൾ വെക്കാനുള്ളതാണ്. അപ്പോൾ ഇതിൻ്റെ അടിയിൽ ഞാൻ നന്നായി എണ്ണ ആക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നമ്മൾ ഓരോരോ ബോളാക്കണം. ഇതിന്ന് 2 പൊറോട്ടയ്ക്കുള്ള ബോളാണ് കേട്ടോ. അപ്പോൾ കുറച്ച് വലിയ ബോളാവും. ഓരോ പൊറോട്ടയ്ക്കല്ല, അത് വീശി കഴിഞ്ഞ് 2 പൊറോട്ടയ്ക്ക് നമുക്ക് എടുക്കാൻ പറ്റുന്ന രീതിയിൽ. ഇത് അവരാക്കുന്ന ഒരു സ്റ്റൈലിൽ തന്നെ ഞാൻ ബോളാക്കുകയാണ് കേട്ടോ. കണ്ട ബോള് ഭയങ്കര വലുതായ. ഒരെണ്ണം ചെറുത്, ഒരെണ്ണം വലുതും. അപ്പൊ ചെറുതാക്കാം. ഇതിനൊക്കെ ഒരു നേക്കുണ്ടല്ലോ അമ്മ. കുറച്ച് വലിപ്പം കൂടുതലാണ് തോന്നുന്നു. സാരില്ല, നോക്കി വെക്കാം. ഒരെണ്ണം വീശി കഴിയുമ്പോൾ അറിയാം നമുക്ക്. ഇതിലേതാ വലിയ ബോള്? അതന്നെ. ഇതാ? ഇതില്ല, ഇതല്ലേ വലിയ ബോള്? ഇത് കുറച്ച് വലുതാണ്. ഇത് കുറച്ച് വലുതാണ്.
കുറച്ച് ബോള് വലുതായി പോയി, കുറച്ച് ചെറുതാക്കുന്നുണ്ട് കേട്ടോ ഫ്രണ്ട്സ്. ശരിയായോ? ഞാൻ ഈ ബോളല്ലല്ലോ പറഞ്ഞത്. അല്ല, ഞാനേ ഇനി ലാസ്റ്റ് ഒരു കുഞ്ഞേ ഇതിനുള്ളൂ. അപ്പൊ ഒരു പൊറോട്ടയ്ക്കുള്ള ബോൾ ഉണ്ടാക്കാൻ നോക്കുകയാണ്. മനസ്സിലായോ? മനസ്സിലായി കുട്ടി. ഇതിപ്പോ നന്നായി എണ്ണ തടവി വെച്ചിട്ട് ഇത് ലാസ്റ്റ് ഒരു കുഞ്ഞിയ ബോളാണ് കേട്ടോ. അത് നമുക്ക് അതിനിക്കുള്ള ബോളാ. ഇത് വീശാൻ ഉണ്ടാവില്ല. അപ്പൊ വേറെ ഒരെണ്ണത്തിന്റെ ഒപ്പം മിക്സ് ചെയ്യായിരുന്നില്ലേ? എന്നിട്ട് അത് വേണ്ടപ്പോൾ വലുതാവും. ഇതുമ്പോൾ നന്നായി നമ്മൾ എണ്ണയൊക്കെ നന്നായി പറ്റി കൊടുക്കുക. വീണ്ടും നമ്മൾ ആ തുണി കൊണ്ട് തന്നെ മൂടിയിടുക കേട്ടോ. മൂടിയിട്ടിട്ടുണ്ട്. ഇനി ഞാനേ തേങ്ങ ഒന്ന് അരച്ചെടുക്കട്ടെ അതിൻ്റെ ഉള്ളിൽ. അപ്പോൾ നമ്മുടെ സവാള ചെറുതായി വാടിയിട്ടുണ്ട്. അതിലേക്ക് ഞാൻ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത് അതും കൂടെ ഇട്ട് കൊടുക്കണം. ഇനി നമ്മൾ വീശിയടിക്കാൻ പോവാണ് കേട്ടോ. വീശിയടിക്കാൻ പോവാണ്. ജസ്റ്റ് ഞാൻ കൗണ്ടർ ടോപ്പുമ്പോൾ കുറച്ച് എണ്ണ ആക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ കൈ കൊണ്ട് നന്നായി പരത്തി കൊടുക്കുന്നുണ്ട്. എത്രത്തോണ്ട് പരത്താൻ പറ്റുന്നോ അത്രത്തോണ്ട് പരത്തി കൊടുക്കുന്നുണ്ട് കേട്ടോ. അമ്മയുടെ ഒരു വീശലുണ്ട്. ഇത്ര ഇനി നമ്മൾ വീശാൻ പോവാണ്. കുറച്ച് പൊടിയൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒന്നും കൂടി വീശിയാവണം. പക്ഷെ അടുത്ത വീശലിനൊക്കെ പകുതിയോ പൊട്ടും. സാരില്ല, ഇത്ര മതി. നമ്മൾ കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. കുറച്ച് പൊടി നന്നായി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഞാനിത് രണ്ടായി കട്ട് ചെയ്യാൻ പോവാം. ഞാൻ പറഞ്ഞില്ലേ ഒരു ബോളിൽ നമുക്ക് 2 പൊറോട്ടയ്ക്കുള്ളതാന്നുള്ളത്. അപ്പം ഞാൻ അതൊന്ന് ഇങ്ങനെ സെൻറ്റർ ആക്കിയിട്ട് കട്ട് ചെയ്യാൻ കേട്ടോ. സ്പൂണിൻ്റെ ഇത് വെച്ചിട്ട് ഇതിൽ നിന്ന് ഒരെണ്ണെടുക്കും. കട്ടി കൂടിയ ഭാഗമുണ്ടെങ്കിൽ ഞാൻ ഒന്നും കൂടി ഇട്ട് അടിക്കും. ഇനി നമ്മൾ കുറച്ചും കൂടെ അടിക്കുന്നുണ്ട്. ഇനി നമ്മൾ ചുരുട്ടാണ് കേട്ടോ. ആദ്യത്തെ ഗൈസ് എങ്ങനെയുണ്ട് എൻ്റെ പൊറോട്ട? വീശി അടിച്ച പൊറോട്ട എങ്ങനെയുണ്ട് ദേവോ? സൂപ്പർ. ഇത് അടിക്ക് തിരികെ കൊടുക്കുക. യെസ്, നമ്മൾ ഈ പ്ലേറ്റിൻ്റെ അടിയിലേക്ക് വെച്ച് കൊടുക്കാം കേട്ടോ. നോക്കിയേ, സൂപ്പർ ആയിരിക്കില്ലേ? ചില ഭാഗങ്ങളെ കട്ടി കൂടി തോന്നി. അപ്പോൾ ഞാൻ ഒന്നും കൂടി ഒന്ന് വീശി കൊടുത്തതാണ് കേട്ടോ. പിന്നെ ഇത്രയൊക്കെ വീശാൻ എനിക്ക് അറിയുള്ളൂ. ഇതിനപ്പുറം ഒന്നും വീശാൻ അറിയില്ല കേട്ടോ. ദേവാ, നമ്മുടെ പരമാവധി നമ്മൾ ചെയ്യണം. എണ്ണയൊക്കെ പറ്റി കണ്ട. ഒരു ബോളിൽ നിന്ന് നമ്മൾ 2 പൊറോട്ട എടുത്തു. ഇങ്ങനെ വേണം ലാഭിക്കാൻ അല്ലമ്മ? ലാഭിക്കല്ല, പണി എളുപ്പമാക്കാൻ. പിന്നെ ഓരോ ബോള് വീശണ്ട. നമ്മൾ ഇതാകുമ്പോൾ ഒറ്റ വീശില്ലേ നമുക്ക് 2 പൊറോട്ട കിട്ടിയില്ലേ. ഇതിലേക്ക് നമ്മുടെ തക്കാളി ഇട്ട് കൊടുക്കണ്ടേട്ടോ. ഞാൻ തക്കാളി വാർന്നതിൻ്റെ ഉള്ളിൽ നമുക്കത് ബാക്കിയുള്ളതും കൂടെ വീശിയെടുക്കില്ല. മറുക്കൂ. കുറച്ചും കൂടെ ഓയിലാക്കി കൊടുക്കുന്നുണ്ട്. ഇനി ഇതുപോലെ തന്നെ എല്ലാം വീശിയെടുക്കുക കേട്ടോ. പിന്നെ നമ്മൾ ഇനി ആകെ ഒരു ബോളും കൂടി ഉള്ളോട്ട് എനിക്ക് വീശാൻ. ഇനി നമ്മുടെ മസാലകൾ ഇട്ട് കൊടുക്കാം. മുളകും പൊടി, മല്ലിപ്പൊടി, മല്ലിപ്പൊടി 1 സ്പൂണ്, മുളകും പൊടി 1/4 ഇട്ടാ. ഇനി മഞ്ഞൾപ്പൊടി.
ഇനി കുറച്ച് ഗരം മസാലപ്പൊടി ഇതിൽ കുറച്ചിനെ ഉള്ളൂ, അതുകൊണ്ട് ഇത് ഫുള്ള് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഓക്കെ, ഇത് ചൂടാവട്ടെ, മസാലയുടെ പച്ചമണമൊക്കെ ഒന്ന് പോട്ടെ. ഇനി ഇതിലേക്ക് നമ്മൾ വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. മിളക് മൂത്തപ്പോൾ ദൈവത്തിൽ തുമ്പല് ഓൾറെഡി തുമ്പലുണ്ട്, ഇടയ്ക്ക് തുമ്പലായി. നന്നായി തിളച്ച് എണ്ണയൊക്കെ ഒന്ന് ചെടിയട്ടെ. കുറച്ചും കൂടെ വെള്ളം ഒഴിച്ചു കൊടുക്കാൻ കേട്ടോ, കുറച്ചും കൂടെ ആവാം. ഓക്കെ, മതി. നാളികേരം അരച്ചത് നമ്മൾ ഒഴിക്കുക. അപ്പം ഇനി നമുക്ക് ഓരോ പൊറോട്ടയായിട്ട് പരത്തിയിട്ട് ചുട്ടെടുക്കാം കേട്ടോ. അതില്ലേ വട്ടം പരത്തുമ്പോ വലുതാവും, മറിച്ചിടുമ്പോ വീണ്ടും ചെറുതാവും അല്ലേ? അത് ശരിക്ക് മാവ് ശരിക്കും പാകമായ ചെറുതായി പോവില്ല, പാകമായില്ലെങ്കിലാണ് ചെറുതാവുക. ഇങ്ങോട്ട് പൊരിക്കുമ്പോൾ അങ്ങോട്ട് തന്നെ പോകും. ശരിക്കും രണ്ടടപ്പത്ത് ഒരേ കല്ല് വെച്ചിട്ട് ചുട്ടെടുത്താൽ രണ്ടെണ്ണമൊക്കെ ആയാലും നമുക്ക് അടിക്കാൻ പറ്റുള്ളൂ. ഇതിപ്പോൾ ഈ അടുപ്പത്ത് കറി ആയ കാരണം നമുക്ക് ഓരോ കല്ലുമ അല്ല ഓരോന്നായിട്ട് ചുട്ടെടുക്കണം. ഇതിൻ്റെ മേലേക്ക് കുറച്ച് സൺഫ്ലവർ ഓയിലോ നെയ്യോ ഏത് വേണമെങ്കിലും നമുക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ, അത് ഓരോരുത്തരുടെ ഇഷ്ടം. പൊറോട്ട മധുരമായി അതേ കുട്ടിയെ ഇത് അടിക്കില്ലേ? അടിക്കണം. അയ്യോ, അടുത്തത് പരത്തിയില്ല പോക്കും. അപ്പം നമ്മുടെ പൊറോട്ട റെഡി. ഇത് നമ്മൾ ഇങ്ങനെ വെച്ച് ചൂട് ഇതേ ഒരെണ്ണമാകുമ്പോൾ നമുക്ക് ശരിക്കും അടിക്കാൻ പറ്റുന്നില്ല കേട്ടോ. 2, 4, 5 ഒക്കെ വെച്ച് അടിക്കുമ്പോഴാണ് നമുക്ക്. അപ്പൊ പൊറോട്ട മാതിരി. എങ്ങനെയുണ്ട് ഫ്രണ്ട്സ് നമ്മുടെ പൊറോട്ട? അല്ലിക്കായില്ലേ ഇല്ലേ? അടുത്തത് വേഗം റെഡിയാക്കട്ടെ കേട്ടോ. കറി നല്ല ചൂട് ചോദിട്ടോ. ഞാൻ അടിക്കണം അമ്മ? അടിച്ചോ കപ്പറിയത് വരാം. നമ്മളെ സാധനങ്ങളോടെ കുറുക്കിയിട്ടാ എണ്ണയൊക്കെ തെളിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നാളികേരം അരച്ചത് ഒഴിക്കാം. നല്ല കട്ടിയാണ്, കുറച്ചും കൂടെ വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് ലൂസാക്കാം കേട്ടോ. അപ്പോൾ പാകത്തിന് നമ്മളിവിടെ വെള്ളമൊക്കെ ഒഴിച്ച് ലൂസാക്കിയിട്ടുണ്ട് കേട്ടോ. എത്ര മതി. ഇനി നന്നായി ഒന്ന് തിളച്ച് കഴിഞ്ഞാൽ നമുക്ക് തീ ഓഫ് ചെയ്യാം. മല്ലിയില ഉണ്ടെങ്കിൽ മല്ലിയില ഇട്ട് കൊടുക്കാം. അത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ബാലൻസ് പൊറോട്ടയൊക്കെ ഞാൻ ചുട്ടെടുത്തിട്ട് വരാം കേട്ടോ ഫ്രണ്ട്സ്. അപ്പോൾ ഫ്രണ്ട്സ് നമ്മുടെ പൊറോട്ട ഉണ്ടാക്കലൊക്കെ കഴിഞ്ഞിട്ടാ. വലിയ കുഴപ്പമില്ലാണ്ട് കിട്ടിയിട്ടുണ്ട്. നമ്മൾ വീട്ടിലുണ്ടാക്കിയതല്ലേ, അപ്പോൾ വലിയ കുഴപ്പമൊന്നുമില്ല കേട്ടാ. കാണുമ്പോൾ ഇങ്ങനെ ഉണ്ടെന്നുള്ളത് കമൻറ്റ് ചെയ്തോളൂ കേട്ടോ ഫ്രണ്ട്സ്. പിന്നെ സാലഡ് തീയൊക്കെ ഓഫ് ചെയ്തു കേട്ടോ. അതൊന്നും ഇടയിൽ ഞാൻ കാണിച്ചില്ല. ടേസ്റ്റ് ദേവുട്ടിയുടെ ടേസ്റ്റ് നോക്കാൻ പറഞ്ഞപ്പോഴേ അവളുടെ സൗണ്ടും ഇത് ജലദോഷമല്ലേ, അപ്പോൾ ആകെ ടേസ്റ്റൊന്നും അറിയില്ലല്ലോ. അപ്പോൾ എന്നോട് തന്നെ നോക്കിക്കോളാൻ പറഞ്ഞു. അപ്പം ഞാൻ നോക്കട്ടെ. പൊറോട്ട വലിയ കുഴപ്പമില്ല കേട്ടോ. വീട്ടിലുണ്ടാക്കി പൊറോട്ട സക്സസ് ആയിട്ടുണ്ട്. പിന്നാലും നമ്മൾ ഹോട്ടലിൽ നിന്ന് വാങ്ങിക്കുമ്പോൾ ഒന്നുകൂടെ എന്താ പറയുക,
ഒരു സോഫ്റ്റ് ഉണ്ടാവും. അത്ര അങ്ങോട്ട് സോഫ്റ്റ് ഇല്ല നമ്മുടെ പൊറോട്ട, എന്നാലും ടേസ്റ്റിലൊക്കെ സൂപ്പർ ആയിട്ടുണ്ട് കേട്ടാ. സാലിന ഇതാ, പക്ഷെ ഹോട്ടലിലെ സാലിനയുടെ കളർ വന്നില്ല കേട്ടാ. പക്ഷെ എന്നിരുന്നാലും ടേസ്റ്റ് നന്നായിട്ടുണ്ട്, സൂപ്പർ ആയിട്ട് കേട്ടാ ഫ്രണ്ട്സ്. അപ്പം ഞങ്ങളുടെ പൊറോട്ടയുടെയും സാലിനയുടെയും വീഡിയോ എങ്ങനെ ഉണ്ട് എന്നുള്ളത് കമന്റ് ചെയ്യാൻ മറക്കരുത്. അപ്പം ഇനി മറ്റൊരു വീഡിയോയുമായി നാളെ കാണാം. ബൈ.